നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ സൗജന്യം പറ്റുന്ന ഒരാളല്ല ഇത്. ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമേ ഇവർക്കുള്ളൂ. ജോലി കൊടുക്കാന്ന് ഞാൻ വാക്കം കൊടുത്തതാ. ഞാനെങ്ങനെ പറഞ്ഞു വിടും? നിർമ്മലാമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ മുറിയിൽ കഴിഞ്ഞോളൂ. അതില് നിങ്ങൾക്ക് എന്താ എത്ര വിഷമം? ഇവളിവിടെ വേലയ്ക്ക് വേണ്ടെന്ന് ഞാൻ പറയുമ്പോ ഇവിടുത്തെ മുറി തന്നെ കഴിഞ്ഞു കൂടുന്നതിനെ പറ്റിയാണോ നീ പറയുന്നത്? പാവല്ലേ പാറു, പോകാൻ വേറെ ഇടവില്ല, താമസിക്കാൻ ഒരു വീടുമില്ല. അതുകൊണ്ടാ ഞാൻ വിളിച്ചോണ്ട് വന്നത്. ഏട്ടനല്ലാതെ ഈ കാര്യത്തിൽ വേറെ ആർക്കും സമ്മതമില്ല. എന്തിന്? ഏട്ടത്തിക്ക് പോലും പാതി സമ്മതമേ ഉള്ളൂ. ഏട്ടത്തിയുടെ കാര്യമൊന്നും നീ നോക്കാൻ വരണ്ട. ശരി, എന്നാ ഞാൻ എന്റെ കാര്യം പറയാം. ഇവരെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, അത്ര തന്നെ. അത് നീയാണോ തീരുമാനിക്കുന്നത്? മതി, നിർത്ത. ഇപ്പൊ സമാധാനായോ നിനക്ക്? വന്നു കയറുന്നതിന് മുമ്പ് തന്നെ സഹോദരങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങി. പോയിറങ്ങി പോ, ഇറങ്ങിപ്പോ. ഇനി ഇവിടെ നിന്ന് പോരുത്, പോകാൻ. എന്താ ഇത്? എന്താ കാണിക്കുന്നത്? നീ മിണ്ടി പോകരുത്. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോകാൻ. എന്തിനു വീണ്ടും ഇവിടെ നിൽക്കുന്നെന്ന്? ഇറങ്ങാൻ. ആരുമില്ലാത്തവളെ ഞാൻ. പോകാൻ ഒരിടവുമില്ല. ഒന്നും തരണ്ട എനിക്ക്. വിശപ്പിന് ആഹാരവും കിടക്കാനൊരിടവും മാത്രം തന്നാ മതി. എന്നോടൊരല്പം ദയവ് കാണിക്കണം. ഇറക്കി വിടരുതെന്നെ. ഞാൻ കാല് പിടിച്ച് യാചിക്കാം. എന്റെ പൊന്നല്ലേ, നിർമ്മലാമ്മ ഇവിടെ നിന്നോട്ടെ. ഒരാളെ കൊണ്ട് ഇങ്ങനെ കാല് പിടിപ്പിച്ച് യാചിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പാറു. എന്നെ സഹായിച്ച ഒരാളെന്ന് പറയുമ്പോ സ്നേഹിച്ചു കൊല്ലും പാറു എന്നാ ഞാൻ കരുതിയത്. അത് ഞാൻ ഈ നിർമ്മലാമ്മയോട് പറയുകയും ചെയ്തതാ. പക്ഷെ ഇന്ന് എന്റെ പാറുവിന് എന്താ പറ്റിയത്? ഇതെന്തിനെങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിർമ്മലാമ്മ വേറൊന്നും വിചാരിക്കണ്ട. എന്റെ പാറു വെറും പാവ. ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ.